അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, വണ്ടൂർ ജാമിയ വഹബിയയുടെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഇസ്ലാം 60 പ്രഭാഷണങ്ങൾ എന്ന ഓൺലൈൻ പ്രഭാഷണങ്ങളിലെ 5ാം സീരീസിലെ അനന്തരാവകാശ നിയമം സ്ത്രീകളോട് അനീതിയോ എന്ന വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളിലെ യുക്തിയും നീതിയും ചർച്ച ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇസ്ലാമിൻ്റെ ആവിർഭാവകാലത്ത് ലോകത്തിൻ്റെ മിക്ക സംസ്കാരങ്ങളിലും ജാഹിലിയ കാലത്ത് അറേബ്യൻ നാടുകളിലുമെല്ലാം സ്ത്രീകൾക്ക് അനന്തരാവകാശം ഉണ്ടായിരുന്നില്ല എന്നതാണ്. സ്വത്തിന് അവകാശമില്ലെന്ന് മാത്രമല്ല, സ്ത്രീയെ കേവലം ഒരു അനന്തര സ്വത്തായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. അത്തരം ക്രൂര നിയമങ്ങളെയെല്ലാം ഇസ്ലാം മാറ്റിമറിക്കുകയുണ്ടായി. സൂറത്തുൻ നിസായിലെ 7ാമത്തെ ആയത്ത് നമുക്ക് കാണാം. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ. മാതാപിതാക്കളും കൂട്ടുകുടുംബങ്ങളും ഇട്ടേച്ചു പോയ സ്വത്തിന് പുരുഷന്മാർക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ വലി നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ. അത്തരം സ്വത്തുക്കളിൽ സ്ത്രീകൾക്കും അധികാരമുണ്ട് എന്ന് സംശയലേശമന്യേ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അൻസ്വാരികളിൽപ്പെട്ട ഔസ് ബിൻ സാബിത്ത് എന്ന സ്വഹാബി വഫാത്താവുകയും തന്റെ പിതൃവ്യപുത്രന്മാരിൽപ്പെട്ട 2 ആളുകൾ വന്ന് തന്റെ സ്വത്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടുകയും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും 3 മക്കൾക്കും സ്വത്ത് നൽകാതിരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വത്ത് ലഭിക്കാത്ത വിവരം വന്ന് പരാതി പറഞ്ഞപ്പോൾ അതിനെ തുടർന്നാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അറബികളിലെ സംസ്കാരം യുദ്ധം ചെയ്യാനും നാടിനെ സംരക്ഷിക്കാനും കഴിയുന്ന പ്രാപ്തരായ പുരുഷന്മാർക്ക് മാത്രമാണ് സ്വത്തുണ്ടായിരുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർ സ്വത്ത് നൽകിയിരുന്നില്ല. സ്വത്ത് നൽകുകയില്ലെന്ന് മാത്രമല്ല, ഭർത്താവ് മരിച്ച സ്ത്രീകളെ കുടുംബക്കാർക്കുള്ള ഒരു സ്വത്തായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. ഈ അവസരത്തിലാണ് അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇസ്ലാം കടന്നു വരുന്നത്. ഇസ്ലാം അവിടെയെല്ലാം നീതിപൂർണമായ നിയമങ്ങൾ നടപ്പിലാക്കി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിൽ തന്നെ 19ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന ആമനു ലാ തരിസുൻ നിസാഅ കർഹ. സ്ത്രീകളെ അനന്തര സ്വത്തായി കാണുന്ന നടപടിയെ ഇസ്ലാം വളരെ നിശിതമായി എതിർത്തു. വിവാഹം, കുടുംബം എന്നിവയ്ക്ക് പുറമെ സ്വത്ത് സമ്പാദിക്കാനും അത് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാനുമുള്ള അധികാരം ഇസ്ലാം സ്ത്രീകൾക്ക് നൽകി. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം നാം മനസ്സിലാക്കുമ്പോൾ അത് കേവലം ലിംഗപദവിയുടെ അടിസ്ഥാനത്തിലല്ല വകതിരിക്കപ്പെട്ടിരിക്കുന്നത്. മറിച്ച് മരിച്ച ആളുമായിട്ടുള്ള ബന്ധം, അവർ ജീവിക്കുന്ന തലമുറ, അവർക്ക് ബാധ്യതപ്പെട്ട സാമ്പത്തികമായ കാര്യങ്ങൾ, ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇസ്ലാം വിമർശകർ കാര്യമായി പറയുന്ന ഒരു വിമർശനമാണ് അനന്തര സ്വത്ത് വീതിക്കപ്പെടുമ്പോൾ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് പുരുഷന്റെ പകുതി സ്വത്ത് മാത്രമാണ് ലഭിക്കുക എന്നത്. എന്നാൽ സമഗ്രമായി നാം ആ വിഷയം പഠിക്കുമ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെയല്ല ഇസ്ലാമിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാം സ്ത്രീയുടെ അനന്തരാവകാശ നിയമങ്ങളിൽ പ്രധാനമായും 4 ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പുരുഷനും സ്ത്രീക്കും തുല്യമായി വീതിക്കപ്പെടുന്ന ഒരു ഘട്ടം. ഉദാഹരണത്തിന്, മരിച്ച വ്യക്തിക്ക് മക്കളുണ്ടെങ്കിൽ തൻ്റെ മാതാപിതാക്കൾക്ക് സ്വത്തിൻ്റെ 1/6 നൽകപ്പെടുക. അവിടെ മാതാവിന് സ്ത്രീയാണെന്ന പരിഗണന കൊണ്ട് പിതാവിനേക്കാൾ കുറക്കുകയോ പിതാവിന് പുരുഷനാണെന്നുള്ള പരിഗണന കൊണ്ട് മാതാവിനേക്കാൾ അധികം നൽകുകയോ ചെയ്യുന്നില്ല ഇസ്ലാം. അതുപോലെ മറ്റൊരു ഘട്ടം, പുരുഷന് തീരെ നൽകാതെ സ്ത്രീക്ക് മാത്രം നൽകപ്പെടുന്ന ഒരു ഘട്ടമാണ്. ചില വിദൂര സാധ്യതകളിൽ അങ്ങനെയും നമുക്ക് കാണാം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് പുരുഷന്റെ പകുതി സ്ത്രീകൾക്ക് എന്ന നിലയിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. മക്കൾ, സഹോദരന്മാർ എന്ന നിലയിൽ വരുമ്പോഴാണിത്. ഇവിടെയും ഈ നിയമങ്ങളിലൊന്നും ഒരു അനീതിയോ യുക്തിക്കുറവോ നമുക്ക് കാണാൻ കഴിയുകയില്ല. കാരണം തുല്യമായി വീതിക്കപ്പെടുക എന്നതിലല്ലല്ലോ നീതി, മറിച്ച് അർഹതയും ബാധ്യതയും കണക്കാക്കി വീതിക്കപ്പെടുമ്പോഴാണ് നീതി നടപ്പിലാകുന്നത്. തൻ്റെ കുടുംബത്തെയും
മക്കളെയും ഭാര്യമാരെയും എല്ലാം സംരക്ഷിക്കേണ്ട ബാധ്യത പുരുഷന്റെ മേലാണ് അള്ളാഹു കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് തൻ്റെ സ്വത്ത് എത്ര കോടി ഉണ്ടെങ്കിലും അതൊന്നും തൻ്റെ മക്കൾക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ ചെലവഴിക്കേണ്ട ബാധ്യത സ്ത്രീക്കില്ല. പുരുഷനാണ് ഇത്തരം ബാധ്യതകളെല്ലാം ഉള്ളത്. ഈ നിലയിൽ നോക്കുമ്പോൾ സ്ത്രീക്കാണ് കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വം ഇസ്ലാം നൽകുന്നത്. അനന്തരാവകാശ നിയമങ്ങളിലൂടെ സ്ത്രീയെ അടിച്ചമർത്തുകയല്ല ഇസ്ലാം ചെയ്യുന്നത്. അവകാശങ്ങൾക്കൊപ്പം ബാധ്യതകളും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു സമഗ്ര വ്യവസ്ഥിതിയാണ് ഇസ്ലാം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇസ്ലാമിക നിയമങ്ങളെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് സ്ത്രീകളോട് ഇസ്ലാം പുലർത്തിയിരിക്കുന്ന നീതി നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ആത്യന്തികമായി നിയമങ്ങളെല്ലാം സൃഷ്ടാവിൽ നിന്നുള്ളതാണ്. തൻ്റെ സൃഷ്ടികളെ പൂർണ്ണമായി അറിയുന്ന സൃഷ്ടാവ് തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള നിയമങ്ങളിൽ സംശയിക്കുന്നത് ഒരു മുഅ്മിന് യോജിച്ചതല്ല. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെല്ലാം യഥാവിധി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.